ഞാനാണ് ഉണരുന്നത്, ഞാനാണ് ഉറങ്ങുന്നത്, ഞാനാണ് സ്വപ്നം കാണുന്നത്. അവിടെ ഞാൻ എന്നത് വിട്ട് രണ്ടാമതൊരു ഫാക്ടർ, ഒരു ഘടകം അവിടെ വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ത്വയ്യുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപദതിനാദ്യപവർഗയോറിയത്. നിങ്ങളെല്ലാവരും സമ്മതിച്ചോ? പ്രേക്ഷകരെ സമ്മതിച്ചോ? നിങ്ങൾ 3 വിധത്തിലുള്ള വികാരങ്ങളാണ് ജീവിതത്തിൽ നിന്ന്, 3 അവസ്ഥകൾ. ആ 3 അവസ്ഥകളും ആർക്കുണ്ടോ ആ ആളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അവിടെ പുതിയതായിട്ടൊരു ഭഗവാനെയോ ഒരു ഈശ്വരനെയോ കൊണ്ടുവരണ്ട, ഒരു പ്രകൃതിയെ നിങ്ങൾ കൊണ്ടുവരണ്ട, ഒരു ദേവനെയോ ദേവലോകത്തെയോ കൊണ്ടുവരണ്ട. നിങ്ങൾ സ്വന്തമായിട്ടാണ് ഈ 3 അവസ്ഥകളെ തൊടുത്തു വിടുന്നതും അതിന് വിധേയമായി പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതും. ഈ 3 വികാരങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? മായാന്തരാപതിനാദ്യപവർഗയോറിയത്. ഈ 3 അവസ്ഥകളുടെ ഉള്ളിൽ വരുന്നതാണ് എല്ലാം തന്നെ. ജാഗ്രത അവസ്ഥയിലാണ് അനന്തമായിരിക്കുന്ന ഈ വിശ്വം. എന്ത്? അനന്തം, അസംഖ്യ വസ്തുക്കൾ, ഗോളങ്ങൾ അടങ്ങുന്ന ഈ വിശ്വം ജാഗ്രത അവസ്ഥയിലാണ്. ആ ജാഗ്രത അവസ്ഥയെ ഞാൻ സ്വയം അങ്ങോട്ട് എനിക്ക് അനുഭവിച്ച് ഉണർന്നങ്ങോട്ട് വരുന്നതാണ്. ഈ ജാഗ്രത അവസ്ഥയ്ക്ക് മുൻപിൽ എന്തുണ്ടായിരുന്നു? ഞാൻ. എന്നിൽ നിന്നാണ് ജാഗ്രത ഉദ്ഭവിക്കുന്നത്, അതേ എന്നിൽ തന്നെയാണ് അസ്തമിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ സുഷുപ്തിയിൽ പ്രവേശിച്ചത്. ആ സുഷുപ്തിയുടെ ഇടയിലാണ്, ഉറക്കത്തിൻ്റെ ഇടയിലാണ് സ്വപ്നത്തിലേക്ക് വേണ്ടി വഴുതി വീണത്. എന്നിട്ട് സ്വപ്നവും വിട്ട് ഞാൻ എഴുന്നേറ്റു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, അപ്പൊ ഈ 3 അവസ്ഥകളുടെയും മുൻപിലും പിൻപിലുമുള്ളത് എന്താ? ഞാൻ. ഞാൻ ഞാൻ ഞാനില്ലാതെ ഉണർവുണ്ടാവോ? ഉണ്ടാവില്ല. ഞാനില്ലാതെ ഉറങ്ങോ? ഉറങ്ങില്ല. ഞാനില്ലാതെ സ്വപ്നം കാണുമോ? കാണില്ല. അപ്പൊ ഈ ഉണർന്നവനാരോ? ഉറങ്ങിയവനാരോ? സ്വപ്നം കണ്ടവനാരോ? ആ ഞാനാണ് ഇതിൻ്റെ മുൻപിലും പിൻപിലുമുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. മായാന്തരാപതിനാദ്യപവർഗയോറിയത്. ഈ ജാഗ്രത അവസ്ഥയ്ക്ക് നൈരന്തര്യമില്ല, നിരന്തരമായി നിൽക്കുന്നില്ല. സ്വപ്നത്തിനുമില്ല, സുഷുപ്തിക്കുമില്ല. ഇതൊക്കെ മാറി മാറി പോകുന്നതാ. ഈ മാറി മാറി പോകുന്നതിൻ്റെ മുൻപിലും അവസാനത്തിലും ഉള്ളതെന്തോ അത് തന്നെയാണ് ഇടയിൽ വന്നു വീണതും. മായാന്തരാപദതി, രണ്ടിൻ്റെയും ഇടയിൽ വന്ന് വീഴുന്നതാ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തോതും. നിങ്ങൾ ജനിച്ചു ഒരു ശരീരത്തോടു കൂടി, ആ ശരീരം മരിക്കാൻ പോകുന്നു. ഈ ശരീരം ജനിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു? മരണത്തിന് ശേഷം എന്തായിരിക്കും? ശരീരത്തിന് മുമ്പ് നിങ്ങൾക്ക് ശരീരം ഉണ്ടായിരുന്നില്ലല്ലോ. ശരീരം വിട്ടുപോയാൽ മരണത്തിന് ശേഷവും നിങ്ങൾക്ക് ശരീരം ഉണ്ടാവില്ല. അപ്പൊ ഈ ജന്മത്തിന് മുൻപ് എന്താ? നിങ്ങൾ ആ ശരീരിയായി, വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശരീരമില്ലാതെയാണ് നിങ്ങൾ ഇരുന്നത്. മരണത്തിന് ശേഷമോ ശരീരമില്ലാതെ ഇരിക്കും. ആ ശരീരമില്ലാത്തതിനെയാണ് ശരീരി, ദേഹി, ആത്മാ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മാവാണ് നിങ്ങൾ ദേഹം ജനിക്കുന്നതിന് മുൻപ്, മരണത്തിന് ശേഷവും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതോ അതും വാസ്തവത്തിൽ അതുപോലെയാണ്. ഇതിവിടെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരമളി ഉണ്ടല്ലോ. എന്താ? ശരീരം ജനിച്ചപ്പോൾ ഞാൻ ജനിച്ചു, ശരീരം വീഴുമ്പോൾ ഞാൻ ഇല്ലാതെയാവും. പച്ച കള്ളം, തീരെ തെറ്റ്. ഇതിലേറെ അബദ്ധ ജഡിലമായ ഒരു പ്രസ്താവന മനുഷ്യമുഖത്തിൽ നിന്ന് വരാനില്ല. എന്താ കാരണം? ശരീരത്തിന് മുൻപ് ഇല്ലാത്തൊരു സാധനം ശരീരത്തിൽ എങ്ങനെയാ വരിക? ഞാൻ എൻ്റെ ഓഡിയൻസിനോട് എപ്പോഴും ചോദിക്കും, നിങ്ങളെല്ലാവരും എൻ്റെ മുൻപിൽ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ഉവ്. ഇവിടെ വന്ന് ഇരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉവ്. ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുമോ? അപ്പോ മുമ്പില്ലാതെ ഒരു സാധനം ഇപ്പൊ ഉണ്ടാവോ? ആലോചിച്ച് മറുപടി പറയൂ കൂട്ടരെ. മുമ്പ് ഇല്ലാതെ ഇരുന്ന ഒരു സാധനം ആ ഇല്ലായ്മയിൽ നിന്ന് പിന്നെ ഉണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടായിരിക്കുന്ന സാധനം ആ ഉണ്മ വിട്ട് അനുണ്മ ഇല്ലാതെ ആയിത്തീരോ? ആയിത്തീരില്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്. നത്വേവാഹം ജാതുനാസം. അർജുനന്റെ വിഷമം എന്താ? ഈ ഭീഷ്മദ്രോണാദികൾ മുഴുവൻ ചാവും, എന്റെ ശരമേറ്റ് എന്നൊക്കെയാണല്ലോ പേടിക്കുന്നത്. ഇവിടെ യുദ്ധം നടക്കും,
ശരവിസർജനം ഉണ്ടാവും, അത് ഏറ്റ് പലരും മരിക്കും എന്നുള്ളത് ശരിയാ. പക്ഷേ ഇവിടെ മരിക്കാൻ പോകുന്നത് ശരീരങ്ങൾ മാത്രമാണ്. യുദ്ധം ചെയ്യുന്നതും ശരീരങ്ങളാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരമായിട്ടൊന്നുണ്ടല്ലോ, അത് ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല, അതിന് നാശമില്ല. അതാണ് അവിടെ പറയുന്നത്. നത്വേവാഹം ജാതുനാസം, ഒരു കാലത്തും ഞാൻ ഇല്ലാതെ ഇരുന്നിട്ടില്ല അർജുന. ഞാൻ മാത്രമല്ല, നത്വം, അർജുനനും ഇല്ലാതെ ഇരുന്നിട്ടില്ല. നേമേ ജനാധിപാഹ, ഈ ഭീഷ്മരോ ദ്രോണരോ കൃപാചാര്യരോ മറ്റുള്ളവരോ അവരും ഇല്ലാതെ ഇരുന്ന കാലമില്ല. നചൈവന ഭവിഷ്യാമഹ, നമ്മൾ ഒരു കാലത്തും ഇല്ലാതെ ആകാൻ പോകുന്നുമില്ല. ഈ സത്യം മനസ്സിലാക്കൂ. അപ്പൊ ഈ ശരീരം ഇല്ലാതെ ആയിരുന്നു ആത്മാവിൻ്റെ നിലനിൽപ്പ്. ഈ ശരീരം ഇല്ലാതെ ആകാൻ പോകുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ. അങ്ങനെ മുൻപിലും പിന്നിലും ആത്മാവായിരിക്കുന്ന നമ്മൾ ഈ ഇടയിൽ മാത്രം അനാത്മാവാകുന്നത് എങ്ങനെയാ? നമ്മുടെ പ്രേക്ഷകരിത് കേൾക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ? നാം മുമ്പ് ശരീരമില്ലാതെ ഇരുന്നപ്പോൾ ആത്മസ്വരൂപികളായിരുന്നു. ശരീരം പോയതിനു ശേഷവും നമുക്ക് ആത്മസ്വരൂപമാണ്. അങ്ങനെ മുൻപിലും ആത്മാ പിന്നിലും ആത്മാ എന്നുണ്ടെങ്കിൽ ഇടയിൽ ഈ അനാത്മത്വം എങ്ങനെ വരും? വരില്ല. നിങ്ങളൊരു ഷർട്ട് എടുത്തിട്ടു, ആ ഷർട്ടിന് കേടുപാട് വന്നു, അത് മാറി വേറൊരു ഷർട്ട് എടുത്തിട്ടു. അങ്ങനെ അനവധി ഷർട്ടുകൾ നിങ്ങൾ മാറാറുണ്ട്. ഷർട്ടുകൾ മാറുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം മാറുന്നുണ്ടോ? മാറുന്നില്ലല്ലോ. അതുപോലെയാണ് ഇവിടെ. ഷർട്ടും ശരീരവും രണ്ടും സ്ഥൂലമാണ്. അതുകൊണ്ട് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ശരീരം ആത്മാ എന്ന് പറയുന്നതിൽ ശരീരം മാത്രമേ സ്ഥൂലമുള്ളൂ, ആത്മാ സ്ഥൂലമല്ല. അത് സൂക്ഷ്മമായതുകൊണ്ട് കണ്ടുപിടിക്കാൻ വിഷമം. അപ്പൊ ആദ്യാവസാനത്തിൽ ഇല്ലാത്തത് മധ്യത്തിൽ മാത്രം വന്നുകൂടുന്നത്, അങ്ങനെയുള്ള ജന്മം തുടങ്ങിയിട്ടുള്ള അവസ്ഥകൾ വാസ്തവത്തിൽ അങ്ങക്കില്ല. ഉദ്ധവനില്ല. ആദ്യത്തിൽ ഇല്ലാത്തതും അവസാനത്തിൽ ഇല്ലാത്തതുമായ ഒരു സാധനം മധ്യത്തിൽ മാത്രം എങ്ങനെ നിലനിൽക്കും? നിലനിൽക്കില്ല. അതുകൊണ്ട് അതിനെ മായയാണ്, അവാസ്തവമാണ്, അധിഷ്ഠാനരഹിതമാണ്, യുക്തിസഹമല്ല എന്ന് പറഞ്ഞ് തള്ളുന്നെ വേണമെന്ന്. ഇത് എന്ത് ചോദ്യത്തിനാ മറുപടി പറയണത്? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ. ഈ ശരീരം ഞാനാണ്, ഈ ശരീരത്തിൻ്റെ ബന്ധുക്കൾ എൻ്റെയാണ്. ഈ വിചാരം ഉള്ളിടത്തോളം കാലം എനിക്ക് അവരെ വിട്ടു പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ തെറ്റായിട്ടുള്ള ധാരണയിൽ നിന്ന് എന്നെ രക്ഷിച്ച് അങ്ങ് പറഞ്ഞ മാതിരി ബദരികാശ്രമത്തിലേക്ക് പോകാൻ സാധിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ആരുടെ? ഉദ്ധവന്റെ. അതിന് മറുപടി പറയാണ്, ഈ മൂന്ന് വികാരങ്ങളും അവാസ്തവങ്ങളാണ് ഉദ്ധവ. ഈ ഉദ്ധവനോട് എന്ത് പറഞ്ഞോ അത് തന്നെയാ ഭൂമാനന്ദ സ്വാമിജിക്ക് പ്രേക്ഷകരോട്, കണ്ണിലുണ്ണികളോട് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈ ശരീരം നിങ്ങളാണെന്ന്. ഈ ശരീരം ഉള്ളപ്പോൾ എന്തൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ അനുഭവങ്ങളൊക്കെ മായാ. യുക്തിസഹമല്ലാത്തത്, ന്യായമല്ലാത്തത് അനുഭവിക്കുന്നു എന്നുള്ളത് ശരി. അന്വേഷിച്ച് ചെന്നാൽ അതിനെ ഒരു തരത്തിലും യുക്തിയിൽപ്പെടുത്തി ഗ്രഹിക്കാൻ പറ്റില്ല. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. മായാന്തരാപദ്ധതി നാദ്യപവർഗയോറിയത്. ആദിയിലും അപവർഗത്തിലും രണ്ട് സമയത്തിലും ഇല്ലാത്ത ഒരു സാധനം മായ അന്തരാപദ്ധതി. ഇടയ്ക്ക് മാത്രം വന്നങ്ങോട്ട് വീണു. ആ വരുന്ന ജന്മാദയോസ്യയതമീ തവതസ്യ കിം സ്യുഹു. അങ്ങനെയുള്ള ജന്മാദേഹ, ജന്മം മുതലായിട്ടുള്ളത്, അസ്യ യതമീ തവതസ്യ കിം. ഇത് ആദ്യവുമില്ല അവസാനവുമില്ല. അങ്ങനെയുള്ള ഒരു സാധനം ഇടയിൽ ഇടക്കാലത്ത് വന്ന് നമ്മളെ വിഷമിപ്പിക്കാൻ പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഉറച്ചു നിന്ന് പറയണം, ഞാൻ വളരെ കാലം ശരീരമില്ലാത്തവനായിരുന്നു, ഇനിയും വളരെ കാലം ശരീരമില്ലാതെയാണ് ജീവിക്കാൻ പോണത് ആത്മാവായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു 40, 50, 80, 90 വർഷം ശരീരത്തോടു കൂടി ഇരുന്നാൽ ഞാൻ ശരീരമാവാൻ പോകുന്നില്ല. ഇല്ല, ഞാൻ അശരീരി തന്നെയാണ്, ദേഹി തന്നെയാണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നല്ലപോലെ വേണം. ഏത് പരിവർത്തനം എവിടെ നടക്കുന്നുവോ ആ പരിവർത്തനത്തിൻ്റെ മുൻപിൽ പരിവർത്തനപ്പെടുന്ന സാധനം എന്തായിരുന്നുവോ, പരിവർത്തനത്തിന് ശേഷം എന്തായിത്തീരുമോ അത് തന്നെയാണ് അത് മധ്യത്തിലും. ഈ ജനന മരണങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ, അതെന്താ?
ജനനം എന്ന് പറയുന്നത് ഒരിക്കേ നടക്കണത് ശരീരത്തിന്, മരണം എന്ന് പറയുന്നത് ഒരിക്കേ നടക്കണത്, ജാഗ്രതാദി അവസ്ഥകളോ ആവർത്തിച്ച് നടക്കണത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ജനനവും ശരീരത്തിൻ്റെ മരണവും അങ്ങേയറ്റം ഇങ്ങേയറ്റം, അതിൻ്റെ ഉള്ളിൽ പ്രതിദിനം എന്ന പോലെ ആവർത്തിച്ച് നടക്കുന്ന ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ, ആ 3 വികാരങ്ങളുണ്ടല്ലോ, ആ 3 വികാരങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയാണ് ജനന മരണങ്ങളും. ഉദ്ധവൻ ജാഗ്രതാണോ? അല്ല. ഉദ്ധവൻ സുഷുപ്തിയാണോ? അല്ല. ഉദ്ധവൻ ഉറക്കമാണോ? ഉറക്കമല്ല. സ്വപ്നമാണോ? സ്വപ്നമല്ല. പിന്നെ ഇതൊക്കെ എന്താ? എനിക്കുള്ളതാണ്. എനിക്ക് കുറച്ചു കാലത്തേക്ക് വരണു പോണു, പിന്നെയും വരണു പോണു. ഈ വരുന്നതും പോകുന്നതുമല്ലല്ലോ ഉദ്ധവൻ, സ്ഥായിയായിട്ട് നിൽക്കുന്നവനാണല്ലോ. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ വാസ്തവത്തിൽ ജാഗ്രതാണോ? അല്ലല്ലോ. ഉറക്കമാണോ? അല്ല. എനിക്ക് ഉറക്കമുണ്ട്, എനിക്ക് ജാഗ്രത അവസ്ഥ ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനോ? ഞാനുണ്ടെങ്കിലേ എനിക്ക് ജാഗ്രത ഉള്ളൂ. അപ്പൊ ജാഗ്രത എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ അവിടെ മുൻകൂട്ടി നിൽക്കണം. അതുപോലെ ഉറക്കം, ജാഗ്രത വിട്ട് ഉറങ്ങണമെങ്കിൽ ഞാൻ അവിടെയും നിൽക്കണം. സ്വപ്നം കാണണമെങ്കിൽ അവിടെയും നിൽക്കണം. അപ്പൊ നിങ്ങൾ ആരാ? ആർക്കാണോ ജാഗ്രതും സുഷുപ്തിയും സ്വപ്നവും ഉള്ളത് ആ ആളാണ്. ആ ആള് വരണൂല്ല പോണൂല്ല. ജാഗ്രത ഉദിച്ച് അസ്തമിക്കുന്നത് പോലെ ആ ആൾ ഉദിക്കണമില്ല അസ്തമിക്കണമില്ല. അപ്പൊ ജാഗ്രതയിൽ ഉദിക്കാത്തതും അസ്തമിക്കാത്തതും, സുഷുപ്തിയിൽ ഉദിക്കാത്തതും അസ്തമിക്കാത്തതും കേൾക്കുന്നുണ്ടോ? സ്വപ്നത്തിൽ ഉദിക്കാതെയും അസ്തമിക്കാതെയും ഇരിക്കുന്ന ഞാൻ ശരീരത്തിൻ്റെ ജന്മാവസരത്തിലോ മരണാവസരത്തിലോ ഉദിച്ച് അസ്തമിക്കുകയോ അസ്തമിക്കില്ല. ഈ തീരുമാനത്തിൽ ഉറച്ചിരിക്കണം ഉദ്ധവ. ഇതാണ് നമ്മുടെ ഉള്ളിൽ കാർന്ന് പിടിച്ച് നുഴഞ്ഞു കയറി കാർന്ന് പിടിച്ചിരിക്കുന്ന ആ അറിവില്ലായ്മയെ ഭേദിക്കാനുള്ള ഒരൊറ്റ വഴി ഈ ജ്ഞാനമാണ്. ത്വയുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപദദിനാദ്യപവർഗയോർയത് ജന്മാദയോസ്യയദമീ തവതസ്യ കിം സ്യുഃ. എത്ര തവണ ശരീരം ഉണ്ടായിക്കോട്ടെ, എത്ര തവണ ശരീരം മരിച്ചോട്ടെ, അതുകൊണ്ട് ഉദ്ധവനെന്താ? ഒന്നുമില്ല, ഒരു ചുക്കുമില്ല, നമുക്ക് ചുണ്ണാമ്പുമില്ല ഇല്ല. എത്രത്തോളം കാലം നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ആരാ ജനിച്ചത്? അവിടെ അമ്മ കുറിച്ചു വെച്ചു തൽക്കുറി, ഒരു ശരീരമുണ്ടായി എന്ന് പറഞ്ഞ്. ആ ശരീരത്തിൽ അധിവസിക്കുന്ന ഞാൻ എൻ്റെ ശരീരം ജനിച്ചപ്പോൾ ജനിച്ചിട്ടില്ല. ജാഗ്രത ഉണ്ടായപ്പോൾ നിങ്ങൾ ജനിച്ചോ? ഉണ്ടായി, ജനിച്ചില്ല. ജാഗ്രത പോയി ഉറങ്ങിയപ്പോൾ നിങ്ങൾ മരിച്ചോ? മരിച്ചില്ല. ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയപ്പോഴോ? സ്വപ്നം വിട്ടു ഉണർന്നപ്പോഴോ? ഈ മാറ്റങ്ങളിലൊന്നും നമ്മൾ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ മാറ്റമായിരിക്കുന്ന ജനനം മരണം എന്ന് പറയുന്നതിലും നമുക്ക് ഒരു വസ്തു സംഭവിക്കാനില്ല. ഇത് നല്ല പോലെ ഉറച്ചിരിക്കണം. ഈ ഉറക്കം എന്ന് പറയുന്നത് എന്താ? ജനന മരണങ്ങളൊക്കെ അമാവാസി ദിവസം ചന്ദ്രൻ എങ്ങനെയോ അതുപോലെയാണ് മരണം. ചന്ദ്രനെ നമ്മൾ ആരും കാണില്ല എന്ന് അമാവാസി ദിവസം. ഓ, ചന്ദ്രൻ മരിച്ചു. എവിടെ മരിക്കുന്നത്? പ്രഥമ ദിവസം ആദ്യം തുടങ്ങി വരാൻ. അതുപോലെ നമ്മുടെ ശരീരം വീണത് കൊണ്ട് ശരീരം വീണുള്ളൂ, ആത്മാ എങ്ങനെയാ വീഴുക? അപ്പൊ നിങ്ങൾക്കുള്ള സംശയം ആത്മാ രണ്ടാമതൊരു ശരീരം എടുക്കുമോ എന്നുള്ളതാണ്. ആത്മാ അല്ലാതെ പിന്നെ ആരാ ശരീരം എടുക്കാൻ? എല്ലാം കൂടി ഒരാത്മാവേ ഉള്ളൂ. സർവ്വ ശരീരങ്ങളും അതിൻ്റെയാണ്. അപ്പൊ കുറേ ശരീരങ്ങൾ ഇപ്പുറത്ത് വീഴുമ്പോൾ പിന്നെ കുറെ ശരീരങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയമായ ജീവൻ ജനിച്ച് വ്യക്തിയമായ ശരീരം എടുക്കുകയല്ല ചെയ്യുന്നത്. വിശാലമായ സമുദ്രം, ആ സമുദ്രത്തിലെ അലകൾ അനവധി വരുന്നു. ഓരോ അലയ്ക്കും പ്രത്യേകം ജീവനില്ല. ആ സമുദ്രപ്പരപ്പിൽ അനവധി അലകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല വരുന്ന സമയത്ത് ആ വെള്ളത്തിന് സ്വല്പമെങ്കിലും കൂടുതലോ അല അമർന്നാൽ വെള്ളത്തിന് കുറവോ വരുന്നില്ല. എല്ലാ തരംഗങ്ങളും സമുദ്രത്തിൽ ജലത്തിലുള്ള തരംഗങ്ങളാണ്. അതുപോലെ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ആത്മസമുദ്ര ജലമുണ്ടല്ലോ, അതിൽ മുങ്ങിപ്പൊങ്ങി വരുന്നതാണ് മനുഷ്യ ശരീരങ്ങളും മറ്റ് ശരീരങ്ങളും, ഈ ഭൂമി അടക്കമുള്ള തരംഗങ്ങൾ. ഈ മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു ശരീരത്തിൽ ഒരു ആത്മാവില്ലെന്ന്. ഒരിക്കലും ഇല്ല. എല്ലാം കൂടി ആത്മാ ഒന്നേ ഉള്ളൂ. ആ ഒരൊറ്റ ആത്മാവാണ് ഇടതൂർന്ന് എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നത്. സർവ്വ ശരീരങ്ങളും ആ ഒരൊറ്റ ആത്മാവിനാണ്. അപ്പൊ കുറേ ശരീരങ്ങൾ, കുറേ അലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ അലകളൊക്കെ
ആ സമുദ്ര തീരത്തിൽ ചെന്നടിച്ച് ഇല്ലാതെയായി മടങ്ങി വരും. അതുപോലെ ശരീരങ്ങൾ പലതുമുണ്ടായി, പല സമയത്തും പലതും വീണുപോവും, പിന്നെയും പുതിയ ശരീരങ്ങൾ ഉണ്ടാവും. എല്ലാം കൂടി ഒരൊറ്റ ആത്മാവും അനവധി ശരീരവുമാണ്. അപ്പൊ എൻ്റെ ശരീരത്തിലുള്ള പ്രത്യേക ആത്മാവ്, പ്രത്യേക ആത്മാവ്, പ്രത്യേക ആത്മാവ്, പ്രത്യേക ജീവൻ, ഈ വിചാരം എന്നേക്കുമായി കുഴിച്ചങ്ങോട്ട് മൂടിക്കോളും. മിണ്ടിപ്പോവരുത്. ശാസ്ത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ശ്രീമദ് ഭാഗവതം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏകാദശ സ്കന്ധം, മുക്തിസ്കന്ധം കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മിണ്ടരുത്. ആത്മാ ഒന്ന്, അത് സർവവ്യാപി. അതിൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണ് ഈ ലോകം എന്ന് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നതിൽ മനസ്സിന് എന്തെങ്കിലും പരിണാമം വരുന്നുണ്ടോ? സ്വപ്നം കഴിഞ്ഞാൽ പഴയ മനസ്സായി, സ്വപ്നത്തിലോ ലോകമായി തീർന്നു. ആ മനസ്സിന് ഒരു മാറ്റവും വരുന്നില്ല. അതേമാതിരിയാണ് ഇവിടെ. പ്രാതിഭാസികം എന്നാണ് സ്വപ്നത്തിന് പറയുക. അതുപോലെ ഈ കാണുന്നത് മുഴുവൻ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസമായതുകൊണ്ടാണ് സഹ മായ എന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകത്തിലും പറഞ്ഞു, എത്ര ത്രിസർഗോ മൃഷാ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്നതായ ത്രിസർഗമുണ്ടല്ലോ, അത് വാസ്തവത്തിൽ മൃഷയാണ്. ഇവിടെ എല്ലാം കൂടി പരമമായ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യം തൻ്റെ വിശേഷപ്പെട്ട ശക്തിയാൽ അഘടന ഘടനാ പടീയസി മായ എന്ന് പറഞ്ഞ ആ ക്രമപ്രകാരം അതിൻ്റെ ശക്തിയാൽ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവനും. ജന്മാദയോസ്യ യദമീതവദസ്യ കിം സ്യുഹു ആദ്യന്തയോർ യദസദോസ്തി തദേവ മധ്യേ. ഏത് സാധനവും ആദിയിലും അന്തത്തിലും എന്തോ അത് തന്നെയാണ് മധ്യത്തിലും. സുവർണാജായമാനസ്യ സുവർണത്വം യഥാ ഭവേത് ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പണ്ടങ്ങൾ മുഴുവൻ പണ്ടമായിരിക്കുമ്പോഴും സ്വർണം തന്നെയാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന് ഉദ്ഭൂതമായിരിക്കുന്ന ഈ ജഗത്തായിരിക്കുമ്പോഴും പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ഉറപ്പ് വരണം. ഈ ഉറപ്പ് എന്താ? നിങ്ങൾക്കുള്ള അറിവിലുള്ള ഉയർച്ചയാണ്. ആ അറിവിൻ്റെ വികാസമാണ്. അജ്ഞാനം പൂർണ്ണമായി നീങ്ങി ജ്ഞാനം പ്രകാശിക്കുന്ന സമയത്ത് അപ്പം തോന്നുന്നതാണ് മനസ്സിലിത്. ഈ സൃഷ്ടി എത്ര വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇവിടെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമുക്കെന്ത് വേണം? വെള്ളം തണുത്ത് ഐസായതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വെള്ളത്തിന് വരുന്നുണ്ടോ? ഉപയോഗത്തിലോ കാഴ്ചയ്ക്കോ വ്യത്യാസമുണ്ട്. നിറമില്ലാത്ത വെള്ളം നല്ല വെള്ളയാവും ഐസായിട്ട്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ചവിട്ടി നിൽക്കാം. ആ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ജലം എന്നുള്ള ശരിയായിട്ടുള്ള H2O ഘടകമുണ്ടല്ലോ, അതിന് മാറ്റം വരുന്നില്ല. അതാണ് ഇവിടുത്തെ സത്യം. പിന്നെ എന്തിനാ ഉദ്ധവായി പേടിക്കുന്നത്? ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം വേണം ഈ മനസ്സിൽ നിന്ന് ഈ അജ്ഞാനം പോവാൻ. ഉദ്ധവൻ ഇങ്ങനെ നിന്ന് കേൾക്കുക, നിങ്ങൾ കേൾക്കുന്നത് പോലെ. ആ കേട്ടതിൻ്റെ അവസാനത്തിലോ എവിടെയായിരുന്നു അജ്ഞാനം, എവിടെയായിരുന്നു ദൗർബല്യം, എവിടെയായിരുന്നു മോഹം? അത് മുഴുവനും ആ സ്ഥാനത്തിൽ നിന്ന് വിട്ടുമാറി ഉദ്ധവൻ കരഞ്ഞുകൊണ്ടെങ്കിലും കൃഷ്ണനെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് അങ്ങോട്ട് നടന്നു. അതുപോലെ നിങ്ങൾക്കും ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാൻ പറ്റണം. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഉടനെ ഓർമ്മ വരണത് ഹംസഗീതയിലത്തെ ശ്ലോകമാണ്. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർ ഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരത്തെ സയേകഃ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശഃ. ഞാനിത് പറയണോ? എനിക്ക് തന്നെ സംശയം തോന്നുക. ഈ ശ്ലോകം ഞാൻ മുമ്പ് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. എത്ര പ്രതിപാദിച്ചാലും പെട്ടെന്ന് നിങ്ങൾക്കിത് ഗ്രഹിച്ചങ്ങട് ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഹംസഗീതയില് ബ്രഹ്മാവിനെയും സനകാദികളെയും ഉണർത്താൻ വേണ്ടി അരയന്നത്തിൻ്റെ രൂപത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ആരാണ് ഭവാൻ, കോ ഭവാൻ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാ പറയുന്നത് അരയന്നം. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. അപ്പം നിങ്ങളല്ലാത്തതല്ല ഞാനല്ലാത്തതല്ല നിങ്ങൾ. ഇവിടെ പലത് എന്നുള്ള പ്രതീതി മനസ്സിലാണ്. ആ മനസ്സൊന്നാണ് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് പറയുന്നതാ യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈഹി. ജാഗരേ, ജാഗ്രത അവസ്ഥയിൽ
യഹ ആരാണോ ബഹിഹി പുറത്ത് അനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ അനുക്ഷണം ഓരോ ക്ഷണം തോറും ഓരോ ക്ഷണത്തിലും കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മടക്കുന്നു, മാറി മാറി ഇന്ദ്രിയാനുഭവം. കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയാൽ തുടർച്ചയായിട്ട് എത്ര വസ്തുക്കളെയാ ഞാൻ കാണുക, അനവധി കാണുന്നുണ്ട്. അപ്പൊ അനുക്ഷണം നമ്മുടെ സമസ്തകരണൈഹി എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നാം എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ. എന്താ അപ്പൊ അവിടെ പറയുന്നത്? ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരത്തിനെ ലാക്കാക്കി നിർത്തിക്കൊണ്ട് 10 ഇന്ദ്രിയങ്ങളിലൂടെ നാം എന്തെല്ലാം അനുക്ഷണം പ്രവർത്തിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ. ശരി, സമ്മതിച്ചു. ഇനിയോ ഹൃദി തത് സദൃക്ഷാൻ സ്വപ്നേ ഹൃദയത്തിൽ. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ അനുഭവം എങ്ങനെയാ? സ്ഥൂല ശരീരം, ആ ശരീരത്തിലുള്ള കണ്ണ്, മൂക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളിലൂടെ ദൂരത്ത് നമ്മളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങളെ കണ്ടുകൊണ്ടും വ്യവഹരിച്ചുകൊണ്ടും ഇരിക്കുന്നു. അതേ ആള് കിടന്നുറങ്ങി സ്വപ്നം കാണുമ്പോഴോ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ പഞ്ചഭൂതങ്ങളടക്കം ആ വസ്തുക്കളെ മുഴുവനും, നിങ്ങളുടെ വീട് മാളിക പോലെ ഒന്ന്, നിങ്ങളുടെ പട്ടണത്തിനെ പോലെ ഒന്ന്, ചിലപ്പോൾ വാഷിങ്ടൺ, ചിലപ്പോൾ ന്യൂയോർക്ക്, ചിലപ്പോൾ ന്യൂഡൽഹി, ചിലപ്പോൾ ബോംബെ, ചിലപ്പോൾ ബംഗളൂര്, എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ, ചിലപ്പോൾ ചന്ദ്രനിലും ഒക്കെ പോയി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? ജാഗ്രത അവസ്ഥയിലൊക്കെ സ്ഥൂലമാണ്, നമ്മളെപ്പോലെയുള്ളവർക്ക് എല്ലാവർക്കും അനുഭവിക്കാം. സ്വപ്നം എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തീയമാണ്. ഈ അനുഭവം മുഴുവനും കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഹൃദയത്തിലാ. ഏതാ ഈ ഹൃദയം? ഹൃദയം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ചേതനാത്മകമായിരിക്കുന്ന കേന്ദ്രമാണ്. നമ്മുടെ ബയോളജിക്കൽ ഹാർട്ട് എന്ന് പറയുന്ന ഹാർട്ടല്ല, അത് രക്തം സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ചേതന എവിടുന്ന് ഉദ്ഭവിക്കുന്നുവോ അവിടെ എന്നർത്ഥം. ആ ഹൃദയത്തിലാണ് ഈ സ്വപ്നാനുഭവങ്ങൾ മുഴുവനും. തത് സദൃക്ഷാൻ, ഈ സ്ഥൂല പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ എങ്ങനെയോ അതുപോലെ എല്ലാ വസ്തുക്കളെയും നാം അനുഭവിക്കുന്നു. സുഷുപ്ത ഉപസംഹരതേ, സുഷുപ്തിയിൽ ഉപസംഹരതേ. ഈ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലാനുഭവങ്ങൾ ഉണ്ടായി, സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മാനുഭവങ്ങൾ ഉണ്ടായി. ഉറങ്ങുന്ന സമയത്തോ ഇത് മൂന്നിനെയും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉപസംഹരിച്ച് സ ഏകഃ ഒറ്റ ഒരുത്തനായി. സ്മൃതി അന്വയാത്, ഉണർന്നിരുന്നവൻ ഞാൻ, സ്വപ്നം കണ്ടവൻ ഞാൻ, ഉറങ്ങിയവൻ ഞാൻ. അപ്പൊ ഈ മൂന്നും കൂടി ദ്രഷ്ടാവ്, ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും സുഷുപ്തിയിലെയും അനുഭോക്താവും ദ്രഷ്ടാവും ഒന്നാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ, ആ ആളാണ് സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളെ കൈയാളിക്കൊണ്ട് ഈ കാണുന്ന കോലാഹലം മുഴുവനും രചിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ദ്രിയേശൻ, ഇന്ദ്രിയങ്ങളുടെ അധിപതി. ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ലോകത്തിൻ്റെയും അധിപതി. അപ്പൊ ലോകാധിപതി എവിടെയാ? നമ്മുടെ ഉള്ളിലോ പുറത്തോ? നല്ല പോലെ ആലോചിച്ച് മറുപടി എഴുതി. ആ മറുപടി എനിക്കൊന്ന് എഴുതി തരണം. ആരാണ് ഈ ലോകാധിപൻ? ഈ ലോകാധിപൻ ഈ ലോകത്തിനെ കാണിച്ചു തരുന്ന ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കി ആ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിൽ ജാഗ്രസ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളെ രചിച്ച് അതിൽ ജാഗ്രത്തിൽ മാത്രം സ്ഥൂല പ്രപഞ്ചത്തെ കാണിച്ചു തന്ന് സ്വപ്നത്തിൽ അതിൻ്റെ സൂക്ഷ്മ പതിപ്പുണ്ടാക്കി രണ്ടിനെയും വിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ആ ഒന്നുമറിയാതെ കിടക്കുന്ന ആ ആളാണോ ഇതിൻ്റെ അധിപൻ, അതോ വേറെ വല്ലവരോ? ഒന്ന് നല്ല പോലെ ആലോചിച്ച് മറുപടി പറയൂ. നിങ്ങൾക്കൊക്കെ പ്രായപൂർത്തി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഓപ്ഷനില്ല. പ്രായപൂർത്തി ഉണ്ടോ? തലച്ചോറുണ്ടോ? അതോ അതിനെ പണയം വയ്ക്കുകയോ? പണയം വയ്ക്കാതെ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ, ഗ്രഹിക്കുകയാണെങ്കിൽ, ഈ ഈശൻ എന്ന് പറയുന്നത് ജാഗ്രസ്വപ്ന സുഷുപ്തിയുടെ ഈശനാണ്. ഇതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഉദ്ധവനോട് പറയുകയാണ്, എനിക്ക് സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ എന്ന് പറഞ്ഞ് ഉദ്ധവ ദൗർബല്യം ദീക്ഷിച്ച് ഇവിടെ കൂടാൻ പറ്റില്ല. മനുഷ്യനാണ് അങ്ങ്, എൻ്റെ കൂടെയാണ് സഹവാസം. അങ്ങക്ക് ഇഷ്ടപ്പെട്ടവനും അങ്ങ് ഏറ്റവും ആരാധ്യനുമാണ് കൃഷ്ണൻ. ആ കൃഷ്ണനാണ് പറഞ്ഞു തരുന്നത് എന്ത്? ത്വയുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ.
ഈ പ്രപഞ്ചത്തിനെ മുഴുവനും സൃഷ്ടിച്ച് നിലനിർത്തുന്നതായ 3 വികാരങ്ങളുണ്ട്. ആ 3 വികാരങ്ങൾ മുഴുവനും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇതിന് പുറത്തൊരു കാരണത്തിന് കുത്തരുത്, കുത്തരുത്, കുത്തരുത്. ഈശ്വരാന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് മേപ്പെട്ട് നോക്കരുത്. ഈശ്വരാന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, ദൃഗ് ഇന്ദ്രിയേശ സ്മൃതി അന്വയാത് ത്രിഗുണവൃത്തി. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് എന്നറിയോ? ഈ ഹംസഗീതയിൽ തന്നെ, ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലം അലാതചക്രം. ഓ, എന്ത് പറച്ചിലാപ്പ അത്! ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലം അലാതചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപഃ. നിങ്ങളുടെ സംശയം മുഴുവനും തീരാനാണ് ഭൂമാനന്ദ സ്വാമിജി ഇത്ര ഉറപ്പിച്ചത് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു പറയുന്നത്. ഈ ക്ഷേത വിഭ്രമമിതം, ഈ കാണുന്നത് മുഴുവനും ആരോടാ പറയുന്നത്? ബ്രഹ്മാവിനോടും സനകാദികളോടും. സനകാദികൾ നിത്യകുമാരന്മാരാണ്. അവരെക്കാൾ ജ്ഞാനമുള്ളവരെ ആരെയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അരയന്നം. അപ്പൊ അരയന്നത്തിലും നമ്മുടെ ഉള്ളിലുള്ള ജീവനും ആത്മാവ് തന്നെയാണ്. ശരീരം കൊണ്ടേ അരയന്നമുള്ളൂ. ജീവൻ കൊണ്ട്, ആത്മാവ് കൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. ഒരു പുഴുവിൻ്റെ ഉള്ളിലുള്ളതും നമ്മുടെ ഉള്ളിലുള്ളതും ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ശരീരം കൊണ്ട് മാത്രമാണ്. പണക്കാരനും പിച്ചക്കാരനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പണം കൊണ്ട് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അവർ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. അതുമാതിരി ഇവിടെയും വ്യത്യാസമില്ല. പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. ഈ കാണുന്നത് മുഴുവനും വിഭ്രമമാണ്. ആരുടെ വിഭ്രമം? ചിത്തത്തിൻ്റെ, മനസ്സിൻ്റെ വിഭ്രമമാണ്. ഇത് മുഴുവനും മനസോ വിലാസം, മനസ്സിൻ്റെ പരിലസനമാണിത്. നമ്മൾ മുൻപിൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തു ഉണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ കണക്കാക്കരുത്. ആ വസ്തു ഉണ്ടെന്ന് ആര് പറയണു? കണ്ണിൻ്റെ സഹായത്തോടു കൂടി മനസ്സാണ് പറയുന്നത്. ഒരൊറ്റ വസ്തുവിനെ നിങ്ങൾ കാണുന്നില്ല. ഇല്ല. ആ വസ്തുവിൻ്റെ പതിപ്പ് കണ്ണിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതൊഴികെ ഒരിക്കലും ഒരു ബാഹ്യവസ്തുവിനെ നിങ്ങൾ കാണുന്നില്ല. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇത് മുഴുവനും ബാഹ്യമായിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ കാണുന്നുണ്ടോ? കാണണമെങ്കിൽ നിങ്ങൾ അടുത്ത് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ ഇവിടെ ഇരുന്നാ പറയുന്നത്. അതിനെന്താ പ്രമാണം? ആ സൂര്യൻ്റെ ഒരു പ്രതിച്ഛായ, ഒരു പ്രതിബിംബം നമ്മുടെ മനസ്സ് കണ്ണിൻ്റെ സഹായത്താൽ ഉള്ളിൽ അങ്ങോട്ട് വരച്ചുണ്ടാക്കണു. ആ മനസ്സുണ്ടാക്കി തീർക്കുന്ന വിലാസമാണ് നാം ഈ പറയുന്ന സൂര്യൻ. കൂട്ടരെ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അത് ഒരു 10 ആളെങ്കിലും എന്നോട് പറയുമോ നിങ്ങൾ കേട്ടോ ഗ്രഹിച്ചോ എന്ന്? എനിക്കിത് പറയണത് നിർത്തണമെന്ന് വരെ തോന്നുക. എന്താ കാരണം? ഈ പറയുന്ന സത്യങ്ങൾ വളരെ വിശേഷപ്പെട്ടതും വളരെ പ്രഗത്ഭവുമാണ്. അത് പറയണത് നമ്മുടെ പ്രേക്ഷകന്മാർക്ക് ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് എൻ്റെ ഒരു സ്വഭാവമാണ് ഈ ചോദിക്കൽ. അത് മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല. ഇത് നിങ്ങൾക്കൊക്കെ അറിയാനും ഉണരാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് ഭൂമാനന്ദ സ്വാമിജി ഇത് പ്രതിപാദിക്കുന്നത്. അല്ലെങ്കിൽ എന്താ എനിക്കിത് പ്രതിപാദിക്കേണ്ട ആവശ്യം? എത്ര മഹത്വമുള്ളതാണ് ഈ വാക്യങ്ങൾ. ഒരു ഭാഗത്ത് നിൽക്കുന്നത് പരമഭക്തനായ ഉദ്ധവൻ, പറഞ്ഞു കൊടുക്കുന്നതോ കണ്ണിലുണ്ണിയായ കൃഷ്ണ പരമാത്മാവ്. അദ്ദേഹം ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. വേറെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ പല സാധനങ്ങളും ഉണ്ടല്ലോ. ദ്വാരക മുഴുവനും കൊടുക്കാമല്ലോ. എത്ര കാലമായി ഉദ്ധവൻ കൂടെ ഇരിക്കണു. എന്നിട്ടും ആ ഉള്ളിലുള്ള വ്യാമോഹം പോകുന്നില്ല എന്നാ പറയണത്. ആ വ്യാമോഹം നീക്കാൻ വേണ്ടി ശബ്ദരൂപത്തിൽ ജ്ഞാനം ശബ്ദരൂപത്തിൽ ചെവിയുടെ സഹായത്തോടു കൂടി ഉദ്ധവന്റെ മനസ്തടത്തിൽ പതിപ്പിച്ച് മോഹം എത്ര ഉണ്ട്രക്കരി പോലെ അവിടെ ഉണ്ടോ അതിനെ മുഴുവനും തുടച്ച് മാറ്റി തെളിച്ചമുണ്ടാക്കി ആ ഉദ്ധവനെ ഈ ഉപദേശം കഴിയുന്നതോടുകൂടി ദ്വാരകയിൽ നിന്ന് ബദരികാശ്രമത്തിലേക്ക് സ്വച്ഛതയോടും കൂടിയും സ്വതന്ത്രതയോടും കൂടിയും പോപ്പിക്കണം എന്ന് വിചാരിച്ചില്ല ഉപദേശം. അത് നടക്കും ചെയ്തു.
ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. അപ്പം ഇതൊക്കെ മനസ്സിൻ്റെ വിലാസമാണ്. ഈ മനസ്സെന്ന് പറയുന്നത് ചേതനയാണ്. ആ ചേതന രചിച്ചതാണ് ശരീരം. അത് രചിച്ചതാണ് കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക് എല്ലാം തന്നെ. ആ കണ്ണിലൂടെ, ത്വക്കിലൂടെ, കാതിലൂടെയാണ് ഈ പ്രപഞ്ചത്തിന് കാണിച്ചു തരുന്നത്. അപ്പം ഈ ഇന്ദ്രിയങ്ങളുടെ ചിത്രീകരണമാണ് ലോകം. ആ ഇന്ദ്രിയങ്ങളെ ചിത്രീകരിപ്പിക്കുന്നതോ മനസ്സാണ്. അതിൻ്റെ പതിപ്പോ മനസ്സിലുണ്ടാവുന്നു. അങ്ങനെ മനസ്സിൻ്റെ വിലാസമാണ് ദൃഷ്ടം. ഇതിവിടെ കാണപ്പെട്ടോട്ടെ, കാണപ്പെട്ടോട്ടെ. കാണപ്പെടുന്നത് കൊണ്ട് അത് വാസ്തവമാവുന്നില്ല. കാഴ്ച കണ്ണിൻ്റെ മഹിമയാണ്. കണ്ണുണ്ടാക്കിയതോ മനസ്സുമാണെന്ന് പറയാം, ചേതനയാണെന്ന്. വിനഷ്ടം, അതാണ് ഇത് എപ്പോഴും നശിച്ചു പോണത്. അതിലോലം, വളരെ ലോലമാണിത്, ട്രൈഫിലിംഗ് ആണ്, തുച്ഛമാണ്. അലാതചക്രം, പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അലാതചക്രം എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുണ്ടാക്കിയ ഒരു പന്തം. ആ പന്തം ഇങ്ങനെ വട്ടത്തിൽ ചുറ്റുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു വട്ടം അവിടെ കാണാം. പക്ഷേ പന്തം ഒന്നേ ഉള്ളൂ. ആ ഒന്നിങ്ങനെ സ്പീഡിൽ ചുറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം അവിടെ കാണുന്നു. വാസ്തവത്തിൽ പന്തത്തിൽ വട്ടം ഉണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ സ്പീഡ് കൊണ്ടൊരു വട്ടം, പ്രകാശഗോളം, അവിടെ ഒരു പ്രകാശചക്രം ഉണ്ടായതുപോലെ തോന്നുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മൂലം ഈ കാണുന്നത് മുഴുവനും. ഇവിടെ പ്രകാശിക്കുന്നത് എന്താ എന്ന് നിങ്ങൾ ചോദിക്കാം. വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ. വിജ്ഞാനമേകം, വിജ്ഞാനം എന്ന് പറയുന്ന ഒരു ഒറ്റെണ്ണം, ഏകം. എന്താ ഈ വിജ്ഞാനം? നിങ്ങളിലുള്ള ഉണർവ്. നിങ്ങളിൽ എന്താണോ ബോധിക്കുന്നത് ആ ബോധസ്വരൂപത്തിലുള്ള ഘടകം. വിജ്ഞാനമേകമുരുധേവ, ഉരുധേവ, പല പ്രകാരത്തിൽ ആ വിജ്ഞാനത്തിൻ്റെ പ്രഭാവം കൊണ്ട്, ശക്തി കൊണ്ട്, മഹിമ കൊണ്ട്, അതിൻ്റെ ബഹുമുഖ പ്രകടന വൈഭവം കൊണ്ടാണ് ഈ കാണുന്നത് മുഴുവൻ ഇവിടെ പ്രകാശിക്കുന്നത്. വിഭാതി, അവിടെ പ്രകാശിക്കുന്നത് ഈ അലാതചക്രം പോലെയാണ്. ഒരു തീപ്പന്താണ്, അത് വട്ടത്തിൽ സ്പീഡിൽ ചുറ്റുമ്പോൾ ഒരു ചക്രം പോലെ തോന്നുന്നു. അവിടെ ചക്രം വാസ്തവത്തിലുണ്ടോ? ഇല്ല, 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 ഉണ്ടാവില്ല. അതുപോലെയാണ് ഇവിടെ മായ. സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപ്പ. സ്വപ്നം മുതലായിട്ടുള്ള 3 എണ്ണം ഉണ്ടല്ലോ. സ്വപ്നം, സുഷുപ്തി, ജാഗ്രത് എന്ന് പറയുന്നത് ഇത് മുഴുവനും സത്വരജസ്തമോ ഗുണങ്ങളുടെ സൃഷ്ടിവിശേഷമാണ്, വെറും വികൽപ്പമാണ്. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലം അലാതചക്രം. വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപ്പ. 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന മഹാശാസ്ത്രം, പാരമഹംസ്യ സംഹിത, മഹാപുരാണം എന്നാണ് കൂടുതലും ഇത് അറിയപ്പെടുക എന്ന് നിങ്ങൾക്കറിയാലോ. എന്നാൽ നിങ്ങളെല്ലാവരും തന്നെ അതിനെ പാരമഹംസ്യ സംഹിതയായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഇനി ഒരു നിർബന്ധവും പ്രേരണയൊന്നും വേണ്ട. ഞാൻ ഈ ഏകാദശം പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പാരമഹംസ്യ സംഹിത തന്നെയാണെന്ന്. പരമഹംസന്മാർ കൈകാര്യം ചെയ്യേണ്ടതും ഹംസമായിരിക്കുന്ന മനുഷ്യജീവനെ പരമഹംസ പദത്തിലേക്ക് അങ്ങോട്ട് ഉയർത്തിക്കെട്ടുന്നതുമാണ് ഈ ശാസ്ത്രം. അതിൽ നമ്മൾ 19ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ, ഞാനിതിന് മുൻപും പറയണ്ടേ നിങ്ങളോട്, ഒത്ത നടുവിലാണ് നമ്മളിപ്പോൾ. അതിൽ കൃഷ്ണൻ പറഞ്ഞ് വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് ധരിപ്പിക്കുന്നത്. ഇതിനിപ്പം പറഞ്ഞത് എന്താ? ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉദ്ധവനിലാണെന്ന്. എന്ന് പറഞ്ഞാൽ നാം കാണുന്നതും വ്യവഹരിക്കുന്നതുമായ ഈ ലോകം ആർക്കായാലും ശരി, ആരെ സംബന്ധിച്ചായാലും ശരി, അതിൻ്റെ നിലനിൽപ്പ് നിങ്ങൾ ഓരോരുത്തരിലുമാണ്. ആണ്. ഒരു വ്യക്തിയില്ലാതെ ഈ ലോകദർശനം ഉണ്ടാവില്ല. അപ്പം ലോകദർശനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉണർവ് വേണം. ആ ഉണർവ് തന്നെ ജാഗ്രത് എന്ന് പറയുന്ന ആ അവസ്ഥയിലെത്തണം. അപ്പോഴേ ഈ ബാഹ്യപ്രപഞ്ചമുള്ളൂ, സ്ഥൂലപ്രപഞ്ചമുള്ളൂ. അപ്പം നമ്മൾ കണ്ടാലേ ഈ ലോകം അനുഭവവേദ്യമാവുള്ളൂ എന്ന് വരുമ്പോൾ ഈ ലോകം ഉണ്ടായിട്ട് എന്താ കാര്യം? അതിനെപ്പറ്റി അറിയണമെങ്കിൽ അറിയുന്ന ഒരാളവിടെ വേണം. അപ്പം ആ അറിയുന്ന ആളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അറിയപ്പെടുന്നതെല്ലാം. ഈ കാര്യം നിങ്ങൾ സമ്മതിക്കുമോ? അതാണ് പറയുന്നത്.
ആദ്യമായിട്ട് ഞാനുണ്ടെങ്കിലേ എനിക്ക് എല്ലാം ഉള്ളൂ, ലോകമുള്ളൂ. ഞാനുണ്ടെങ്കിലേ എനിക്കൊരു ഈശ്വരനുള്ളൂ, ഈശ്വരനെ തേടേണ്ടു. അപ്പോൾ ഉദ്ധവനിലാണ് ആശ്രിതം എന്നങ്ങോട്ട് കേട്ടപ്പോൾ ഉദ്ധവൻ വല്ലാതെ ആലോചിച്ചു. ഒരു ഭാഗത്ത് കോരിത്തരിപ്പോ മറ്റോ ഉണ്ടായി കാണും. പക്ഷേ ബുദ്ധിക്ക് വളരെയധികം ആലോചിക്കാനും ഗ്രഹിക്കാനും വക നൽകുന്ന ഒരു പ്രസ്താവനയായിരുന്നു കൃഷ്ണന്റേത്. ത്രിവിധോ വികാരോ. ഈ ലോകത്തെ ജനിപ്പിക്കുന്നതും അതുപോലെ തന്നെ മാച്ചു കളയുന്നതുമായ അവസ്ഥാത്രയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുണ്ടല്ലോ, ഇത് മുഴുവനും ഉദ്ധവനിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇത്രയും കേട്ടപ്പോൾ ഒരു പുതിയ ലോകമാ ഉദ്ധവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉടനെ അദ്ദേഹം ചോദിക്കുന്നു, ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത് വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ് വിമൃഗ്യം. ഉദ്ധവന്റെ ചോദ്യം അതും പടിയെന്നങ്ങോട്ട് കൂടി. ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ എന്ന് പറഞ്ഞിട്ടാണല്ലോ അപേക്ഷിച്ചത്. അതിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ചോദിക്കുന്നത് അതല്ല. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത്. എനിക്ക് അതിവിപുലമായിരിക്കുന്ന ആ ജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനം എന്ന് പറയുന്ന ആ പരിമാണം, ആ ഡയമെൻഷൻ എൻ്റെ മുമ്പിൽ വിസ്തരിച്ച് അങ്ങോട്ട് കാണിച്ചു തരണമെന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത് എന്താ? കുരുക്ഷേത്രത്തിൽ അങ്ങയുടെ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണം എന്നാ പറഞ്ഞു. കണ്ടപ്പോഴോ പേടിക്കും ചെയ്തു, അത് പിൻവലിക്കാനും പറഞ്ഞു. ഇവിടെ ഉദ്ധവൻ പറയുന്നത് എന്താ? ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത് വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം. ഭാഗവതത്തിൽ 3 സംഗതികളാണ് നമുക്ക് എപ്പോഴും സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ 3 കൂട്ടാണ് ഭാഗവതത്തിൻ്റെ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിഭവങ്ങൾ. അത് ഭക്തി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വൈരാഗ്യവുമുണ്ട്. എവിടെയൊക്കെ വൈരാഗ്യമുണ്ടോ ഭക്തിയും വൈരാഗ്യവും ജനിപ്പിക്കാനായി ജ്ഞാനവുമുണ്ട്. അപ്പം ജ്ഞാനത്തിൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ച, മനസ്സിനെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച്, ഇന്ദ്രിയങ്ങളെക്കുറിച്ച്, ഇവയെല്ലാം ഉപയോഗിച്ച് നാം കാണുന്നതായ ലോകത്തെക്കുറിച്ച്, ആ ലോകം എങ്ങനെ നശ്വരമാകുന്നു, ക്ഷണികമാകുന്നു, അതിന് സ്ഥിരത്വമില്ലായ, ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത്. വിശുദ്ധവും വിപുലവുമായിരിക്കുന്ന ജ്ഞാനം അങ്ങ് പറഞ്ഞു കേട്ടപ്പോ ഒരു പുതിയ ഡയമെൻഷനാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, എന്ത്, നമ്മുടെ മനുഷ്യ വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വത്തിൽ പുറത്തുള്ള ഒരു ഒറയാണ് നമ്മുടെ ഈ ദേഹം. അതിലാണ് 10 ഇന്ദ്രിയങ്ങൾ, അവയ്ക്ക് പ്രവർത്തിക്കാനും നിലനിൽക്കാനുമുള്ളതാണ് ഈ ലോകം. ആ ദേഹത്തോടു കൂടി നമ്മളിങ്ങനെ ലോകത്തിൻ്റെ എവിടെ ചെന്ന് നിന്നാലും അത് നടുവാണെന്ന് പറയുക, അറ്റത്ത് ചെല്ലാൻ നമുക്ക് പറ്റില്ലല്ലോ. ആ നിന്ന് കഴിഞ്ഞാൽ പുറമേ കാണപ്പെടുന്ന ദൃശ്യം ഒരു ഭാഗത്ത്, ആ ദൃശ്യത്തെ കാണിച്ചു തരുന്ന ദ്രഷ്ടാവ് ഉൾഭാഗത്ത്. ഈ 2 എണ്ണത്തിനെയും വേർതിരിച്ച് കാണിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ധരിച്ചിട്ടുണ്ടോ? നല്ലോണം ആലോചിച്ച് നോക്കൂ. നമ്മൾ നമ്മുടെ ദേഹത്തോടു കൂടി ഈ ലോകത്തിൽ എവിടെ ചെന്ന് നിന്നാലും അത് അതിൻ്റെ ഒത്ത നടുവാണ്. അങ്ങനെ നിന്ന് 4 ഭാഗത്തേക്ക് ഒന്ന് നോക്കൂ. നോക്കിക്കഴിഞ്ഞാൽ അനന്തമായിരിക്കുന്ന പ്രപഞ്ചം, ആ പരവതാനിയാണ് നമുക്ക് കാണുക. അങ്ങനെ കാണിച്ചു തരാനായി അതിനേക്കാൾ വിപുലമോ അനന്തമോ ആയിരിക്കുന്ന ഒരു അന്തർഭാഗം, ഒരു ഇന്നർ ഹെമിസ്ഫിയർ ഉണ്ടാവണമോ വേണ്ടയോ? അത് നിങ്ങളാരും ആലോചിക്കാറില്ല. ഒക്കെ മരമണ്ടന്മാരാ. ആലോചിക്കാത്തതാണ് ഈ കുഴപ്പം. കാണിച്ചു തരുന്ന കണ്ണിൻ്റെ മഹത്വമോ മേന്മയോ നിങ്ങൾ ചിന്തിക്കുന്നില്ല. കാണപ്പെടുന്ന വസ്തുക്കളിൽ ഭ്രമിച്ചങ്ങോട്ട് വീഴുക. ഇതാണല്ലോ ഈയാമ്പാറ്റ ചെയ്യുന്നത്. ഈയാമ്പാറ്റ എന്താ ചെയ്യണേ? എവിടെ വെളിച്ചം കണ്ടോ, എവിടെ തീ കണ്ടോ ഓടി അങ്ങോട്ട് ചെല്ലും. ചെന്നാൽ മരിച്ചു പോവും, ചെത്തുവീഴും എന്നുള്ളത് അതിനറിയില്ല. അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ തടുത്തു നിർത്താൻ വയ്യ. അതുപോലെ ഈയാമ്പാറ്റകളായിട്ടാണ് നമ്മുടെ പോക്ക്. നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ വിസ്താരവും വിശാലതയും മഹിമയും അതിൻ്റെ ഗഹനതയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തൊരാകാശവും അതിൻ്റെ അനന്തതയും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അനന്തമായിരിക്കുന്ന ഒരു പ്രഭാവമുണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അനുഭവിക്കുന്നത് നമ്മളാണ്.
അപ്പം ആ അനുഭവ മേഖല തുറന്നു കാണിച്ചു തരണമെന്ന ഇവിടെ പറയണത് ആര്? ഉദ്ധവൻ. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത്. എങ്ങനെയാണോ വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനം, വിപുലമായിരിക്കുന്ന ജ്ഞാനം, നമുക്കൊക്കെ ഇപ്പം അറിവുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ട്. ആ അറിവ് എങ്ങനെയാ? കടുകുമണി പോലെയാ. ഒരു കുടുംബത്തിൽ ജനിച്ചു ഒരു വ്യക്തിയായിട്ട്, ഒരു കുട്ടിയായിട്ട് വളരുമ്പോൾ അച്ഛനമ്മമാരടക്കം പറയും, അതെ നീ എൻ്റെ കുട്ടിയാ, എൻ്റെ കുട്ടിയാ. ആ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിയാ, ബാക്കി ആരുടെയല്ല, പോയി ഒക്കെ വേറെയായി. അപ്പം ഭേദബുദ്ധി എന്ന് പറയുന്നതാണ്, ഡിഫറൻഷ്യൽ ഔട്ട്ലുക്കാണ് നമ്മൾ ജനിച്ചത് മുതൽക്ക് നമുക്ക് ഉണ്ടാവുന്നത്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ഈ ലോകത്തിന് മുഴുവൻ കണ്ട് മനസ്സിലാക്കി എന്നെപ്പോലെയാണ് എല്ലാ കുട്ടികളും, എൻ്റെ കുടുംബത്തെ പോലെയാണ് എല്ലാ കുടുംബങ്ങളും, ലോകം മുഴുവനും ഒന്ന് എന്നുള്ളൊരു മനസ്ഥിതിയാണ് വളരേണ്ടത്. അത് വളർന്നു കാണാറില്ല. അപ്പം അതിവിശാലമായും വിപുലമായും വിശുദ്ധമായിരിക്കുന്ന ആ ജ്ഞാനത്തിൻ്റെ മേഖല എനിക്കൊന്ന് വിടർത്തി തരണം. അതെങ്ങനെയാ? വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം. അത് പറയുന്ന സമയത്ത് ഞാൻ എന്തിനാ ഇത് വെറും ഒരു ക്യൂരിയോസിറ്റി, ഒരു ഉത്കണ്ഠയോ ജിജ്ഞാസയോ കൊണ്ട് ചോദിക്കുന്നതല്ല. എനിക്ക് അനുഭവമാവണം ഈ പറയുന്നത് മുഴുവൻ. അങ്ങ് എന്നോട് പറഞ്ഞല്ലോ, ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു എന്ന്, എല്ലാം വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞില്ലേ? അത് പോകാൻ എനിക്ക് സാധിക്കണം. അപ്പൊ പോകണമെങ്കിൽ വൈരാഗ്യം ആവശ്യമാണ്, വിരാഗത. എന്തിനോട് വിരാഗത? ഈ ലോകത്തിലുള്ള എല്ലാറ്റിനോടും, ദൃശ്യത്തിനോടൊട്ടാകെ എനിക്ക് വിരാഗം വളരണം. അങ്ങനെ വൈരാഗ്യം ജനിപ്പിക്കുമാറുള്ളതും മാത്രമല്ല വിജ്ഞാനയുധം. ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിൽ നിന്നോ ശാസ്ത്രങ്ങളിൽ നിന്നോ വായിച്ചോ അല്ലെങ്കിൽ സജ്ജനങ്ങളോ തത്വജ്ഞനോ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവുക. അത് കേട്ട് ഗ്രഹിക്കുന്ന ഒരു ജ്ഞാനമേ ആയുള്ളൂ. ആ ജ്ഞാനം നാം അഭ്യസിച്ച് ഉള്ളിൽ പതിപ്പിച്ച് അതൊരു ഉള്ളനുഭവം, ഒരു വ്യക്തിഗതമായ അനുഭവമായി രൂപാന്തരപ്പെടണം. ആ അനുഭവത്തിലോ സന്തോഷം, സംതൃപ്തി, സാഫല്യം, സൗഭാഗ്യം, സമ്പൂർണത ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ആ വിജ്ഞാനത്തോടു കൂടിയ അത് പറയണം. പുരാണം. ഈ ജ്ഞാനം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, അങ്ങയുടെ പറച്ചിലിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. യദു ചക്രവർത്തിയെ പറ്റി പറഞ്ഞു, അവധൂതനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഓരോന്നും പറയുന്ന സമയത്ത് പഴയ കാലം മുതൽക്ക് തന്നെ ഇത് വളരെ പ്രസിദ്ധമായും പ്രചുരപ്രചാരത്തിലും ഇരിക്കുന്നതാണിത് എന്ന് ഗ്രഹിക്കാൻ പറ്റുന്നു. അങ്ങനെ പുരാണമായിട്ടുള്ള ആ ജ്ഞാനം ആഖ്യാഹി പറഞ്ഞു തരൂ. ഹേ വിശ്വേശ്വര, അല്ലേ വിശ്വേശ്വര, വിശ്വമൂർത്തേ, വിശ്വമായുള്ളോവേ. അപ്പോൾ വാസ്തവത്തിൽ കൃഷ്ണൻ ഉപയോഗിക്കുന്ന സമ്പുദ്ധികൾ എന്തൊക്കെയാ? അദ്ദേഹം ഒരു ഭാഗത്ത് വിശ്വത്തിനെല്ലാം ഈശ്വരനാണ്, വിശ്വത്തിനെല്ലാം ഈശ്വരനായി നിയന്താവായുള്ളോവേ, വിശ്വമൂർത്തേ, വിശ്വം തന്നെ ആയിത്തീർന്നിട്ടുള്ളോവേ എന്നാണ് പറയുന്നത്. ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. അതുമാത്രമല്ല, ഈ കേൾക്കുന്ന സമയത്ത് ജ്ഞാനവും വൈരാഗ്യവും എനിക്ക് ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടായിട്ട് ത്വദ്ഭക്തിയോഗം ച, അങ്ങയുടെ ഒരു ഭക്തനും ദാസനുമാണ് ഞാൻ. ആ ഭക്തിയെ മുഴുമിപ്പിച്ച് അതിന് പൂർണ്ണത നൽകി ഒരു സാഫല്യം വരത്തക്ക വിധത്തിലുള്ള ആ ഒരു വളർച്ചയും എനിക്കുണ്ടാവണം. എങ്ങനത്തതാ ഇതൊക്കെ? മഹത് വിമൃഗ്യം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കാത് കടമേടിച്ചോളൂ. നല്ല നല്ല മനുഷ്യര്, മഹാത്മാക്കള്, ബുദ്ധിശാലികള്, പ്രഗത്ഭന്മാര്, ബുദ്ധിക്ക് സൂക്ഷ്മതയും കൂർമ്മതയും ഉള്ളവര്, അജയ്യ പ്രഭാവമുള്ളവർ, അങ്ങനെയുള്ളവരെല്ലാവരും അന്വേഷിച്ച് നടക്കുന്നതാണ്, തേടി നടക്കുന്നതാണ്, തിരഞ്ഞു നടക്കുന്നതാണ് ഞാൻ ഈ ചോദിച്ച വിഭവങ്ങൾ. മനുഷ്യനായി ജനിച്ചാൽ തേടേണ്ടതും ഗ്രഹിക്കേണ്ടതും അനുഭവിക്കേണ്ടതും അടക്കി ഭരിക്കേണ്ടതുമൊക്കെ ഈ സംഗതികളാണ്. അല്ലാതെ ഇവിടെ പണമോ പ്രതാപമോ കുട്ടികളോ സ്വത്തോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമുക്ക് ആവശ്യം നമ്മുടെ മനസ്ഥലത്തെയും ബുദ്ധിതലത്തെയും പ്രകാശിപ്പിച്ച് വികസിപ്പിച്ച് വളരെ ഗഹനമാക്കി ഈ ലോകത്തിലുള്ള എന്താഘാതങ്ങളെയും ലയിപ്പിച്ച് ആത്മസാത്കരിച്ചെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഗാഠ വ്യക്തിത്വമാണ്, ഒരു പ്രബുദ്ധമതിയായി തീരണം നമ്മളെല്ലാവരും. ഇതാണ് നമുക്ക് ആവശ്യം. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത് വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. ഞാൻ പറഞ്ഞല്ലോ, ശ്രീമദ് ഭാഗവതത്തിന് 3 കൂട്ടം വിഭവങ്ങളാണ് വിളമ്പി തരാനുള്ളത്. എന്തൊക്കെയാ? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. അത് 3 ചോദിക്കുന്നത് ആര്? ഉദ്ധവൻ.
ഉദ്ധവൻ തുടരുന്നു. താപത്രയേണ അഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവാധ്വനീശ പശ്യാമി നാന്യച്ഛരണം തവാഘ്രി ദ്വന്ദ്വാദപത്രാത് അമൃതാഭിവർഷാത്. ഇതൊക്കെ നമ്മുടെ പൗരസ്ത്യരുടെ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലുള്ളവര്, ഭാരതത്തിലുള്ളവരുടെ പ്രത്യേകമായ പദപ്രയോഗങ്ങളും ആശയവിനിയോഗങ്ങളുമാണ്. ഇങ്ങനെയുള്ള ഭാഷയോ ഇങ്ങനെയുള്ള പ്രയോഗമോ നിങ്ങൾ പാശ്ചാത്യരിൽ കാണില്ല. അവർക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് തന്നെ ഇല്ല. നമ്മൾ ഒരാളെ സ്തുതിക്കുമ്പോൾ, ഭഗവാനെ സ്തുതിക്കുമ്പോൾ, ഒരു ഗുരു മഹാത്മാവിനെ സ്തുതിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളും ആശയങ്ങളും ഒക്കെ വേറെയാണ്. താപത്രയേണ അഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവാധ്വനീശ. ഭവാധ്വനി എന്നൊരു പ്രയോഗം. ഹേ ഈശ, ഭവം ഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാരം. ആ സംസാരം എന്ന് പറയുന്ന ആ രാസ്ത, ആ പഥമുണ്ടല്ലോ, മാർഗം, നമ്മളൊക്കെ പിറന്നതിന് ശേഷം ഈ സംസാരം എന്ന് പറയുന്നതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താ? അനുക്ഷണം ഇങ്ങനെ നീങ്ങി 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 പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ സംസാരം എന്ന് പറയുന്ന ആ പാതയിൽ, ആ പഥത്തിൽ, ആ മാർഗത്തിൽ, തെരുവിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. സാധാരണ പൊതുനിരത്തുകൾ എങ്ങനെയാണ്? പൊതുനിരത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിരത്തായിട്ട് വിശാലമായിട്ട് കിടക്കും. അപ്പം നല്ല നിരത്താണെങ്കിൽ നല്ല വിശാലം. ഇപ്പം നമ്മുടെ പുതിയ നിരത്തുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്നുള്ളത് എങ്ങനെയാണ്? 2 ലൈനാണ്. ഇടത്തുഭാഗത്തും 2 ലൈനാണ് വലത്തുഭാഗത്തും. ഇത് 2, 2, 4 ഇടയിലൊരു ഡിവൈഡറും കൂടി ആയാൽ വീതി എത്രയായി എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇനി നമ്മളവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ എവിടെ വെച്ച് പിടിപ്പിക്കും? വലിയ വിസ്താരമുള്ള വീഥികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ ഇവിടെ 3 ഇപ്പോൾ ഡൽഹിയിലൊക്കെ ചില സ്ഥലത്ത് 3 ലൈൻ പോകാനും 3 ലൈൻ വരാനുമായിട്ടുണ്ടാവും. സ്ഥലക്കുറവ് കൊണ്ട് വേണ്ടത്ര ഡിവൈഡർ നടുക്കുണ്ടാവില്ല. നല്ല ഒരു വീഥിയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചുരുങ്ങിയത് ഇന്നത്തെ കാലത്ത് ജനസംഖ്യയൊക്കെ കണക്കിലെടുക്കുമ്പോൾ 3 ലൈൻ ട്രാഫിക്, 3 വരി അങ്ങോട്ടും പോകണം, 3 വരി ഇങ്ങോട്ടും വരണം. ഇടയിൽ നല്ല ഒരു ഡിവൈഡർ ലാൻഡ് തന്നെ വേണം. എന്താ കാരണം? കാരണം പലതാണ്. അതൊരു കാരണം, നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓടിക്കാൻ ഒരു തടസ്സമാണ് വരുന്നത്. അതാണ് അതിൽ പ്രധാനം. അങ്ങനെ വരണമെങ്കിൽ ഈ ഇടയിൽ നല്ല ഒരു നിരത്തവിടെ കൊടുക്കണം, ഒരു നിലം. അതിൽ ചെടികളോ വൃക്ഷങ്ങളോ ഒക്കെ വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇത്രയും വിസ്താരമുള്ള ഒരു വീഥി ഉണ്ടെങ്കിൽ അതിൽ വെയിൽ തട്ടാണ്ടിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഭവാധ്വനി, ഈ സംസാരം സംസാരം എന്ന് പറയുന്ന അതിവിസ്തൃതമായ പാതയുണ്ടല്ലോ, ആ പാതയിൽ നടക്കുമ്പോഴോ താപത്രയേണ അഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ. താപത്രയേണ അഭിഹതസ്യ. താപത്രയം എന്നുള്ള വാക്ക് ആദ്യമേ ഉപയോഗിച്ചിട്ടുണ്ട്. ആര്? ശ്രീമദ് ഭാഗവതവും ശ്രീമദ് ഭാഗവത കർത്താവും. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന് പറയുന്ന 3 കൂട്ടം താപം, ദുഃഖങ്ങൾ, അത് ഇല്ലാതെയാക്കി തീർക്കാനാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ആ മുക്തി ചന്ദ്രിക ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സൂര്യൻ തപിപ്പിക്കുന്നതാണ്, ചന്ദ്രൻ തണുപ്പിക്കുന്നതാണ്. അപ്പം ആ താപത്രയേണ അഭിഹതസ്യ, ഈ ലോകത്തിലെ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ ആ ജീവിക്കുന്നവർക്കൊന്നും താപത്രയം ഒഴിവാക്കാൻ പറ്റില്ല. പണക്കാരനാവട്ടെ പിച്ചക്കാരനാവട്ടെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു താപമുണ്ടായാൽ, അയ്യോ എനിക്കെന്താ അങ്ങനെ ഉണ്ടായത്, ഞാൻ അറിഞ്ഞിടത്തോളം ഒക്കെ പുണ്യകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ, പരോപകാരമേ ചെയ്തിട്ടുള്ളൂ, തൻ കുക്ഷിന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാ എനിക്കിത്ര വിഷമം എന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ ലോകത്തിലല്ല, ഈശ്വരൻ രചിച്ച ലോകത്തിലാണ്. ആ ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ വിധിച്ചിട്ടുള്ളതാണ് താപത്രയം. 3 വിധത്തിലുള്ള ദുഃഖം. ശരീരത്തിന് രോഗം, മനസ്സിന് വിഷമം, ബുദ്ധിക്ക് ആശയക്കുഴപ്പം, അഹങ്കാരം, എവിടെ നോക്കിയാലും തലപൊക്കി തടസ്സം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. ആധിദൈവിക ദുഃഖം, ആധിഭൗതിക ദുഃഖം,
മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പാമ്പ് കടിക്കുക, തേള് കടിക്കുക, ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട് മൃഗങ്ങളെ എന്നൊക്കെ. പിന്നെ സുനാമി തുടങ്ങി ബാക്കി പലതരത്തിൽ പേമാരി ഉണ്ടാവുക, വരൾച്ച ഉണ്ടാവുക, കൊടുങ്കാറ്റുണ്ടാവുക, ഇങ്ങനെ പലതും ഉണ്ട്. പകർച്ചവ്യാധി ഇങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെയുള്ള 3 കൂട്ടം ദുഃഖങ്ങളാണ് ഇവിടെ. ആ ദുഃഖത്തിന് വിധേയമാകാതെ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ദുഃഖത്തിന് വിധേയരായേ ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ. താപത്രയേണ അഭിഹതസ്യ, ആ വാക്ക് വളരെ ശക്തിയുള്ളതാ. താപത്രയത്താൽ അഭിഹതം എന്ന് വെച്ചാൽ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. ഘോരേ ഘോരേ ഭവാധ്വനി സന്തപ്യമാനസ്യ, ആ താപത്രയമേറ്റ് വളരെ ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുക. ഇതന്നെ അർജുനും പറഞ്ഞ് എന്ത്, നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണം ഇന്ദ്രിയാണാം, എൻ്റെ ഇന്ദ്രിയങ്ങളെപ്പോലും വേവിക്കുന്നതായ ദുഃഖത്തിലാണ് ഞാനിപ്പോൾ കൃഷ്ണ. അത് മാറ്റാനുള്ള വഴി വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അല്ലാതെ വല്ല വിധവും യുദ്ധം ചെയ്യൂ, മരിച്ചാൽ സ്വർഗം കിട്ടും, ജയിച്ചാൽ രാജ്യം കിട്ടും എന്നൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ദേഹം ചുട്ടു നേറിക്കൊണ്ടിരിക്കുകയാണ് ദുഃഖത്തിനാൽ. ഇവിടെ ഇപ്പോൾ ഉദ്ധവൻ പറയണത് നോക്കൂ. താപത്രയേണ അഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവധ്വനീശ പശ്യാമി നാന്യച്ഛരണം തവാഘ്രി ദ്വന്ദ്വാദപത്രാത്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ചുട്ടുപഴുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നിലയിൽ പശ്യാമി, ഞാൻ കാണുന്നില്ല, അന്യത് ശരണം, വേറെ ഒരു ശരണവും എനിക്കില്ല. ഒരു ശരണമുള്ളത് എന്താ? വേറെ ഒരു ശരണവും ഇല്ല. ഒരു ശരണം, അതെന്താ? തവാഘ്രി ദ്വന്ദ്വാദപത്രാത്. അമൃത് വർഷിക്കുന്ന അമൃതാഭിവർഷാത്, അമൃത് പൊഴിക്കുന്ന അങ്ങയുടെ പാദദ്വയം ഒഴികെ വേറെ ഒരു ശരണവും എനിക്കില്ല. അപ്പൊ ഉദ്ധവന്റെ മനസ്സിൽ ആദ്യവും ഇങ്ങനെ തന്നെയാണ് ഉദ്ധവൻ സറണ്ടർ ചെയ്തത്, ശരണാഗതി അടഞ്ഞത്. അത് തന്നെ ആവർത്തിച്ച് കുറച്ചുകൂടിയും ഭംഗിയായിട്ട് പറയാം. ആ സമയത്ത് തൻ്റെ മനസ്സിലുള്ള മോഹം നീക്കി കിട്ടണം എന്നായിരുന്നു. ഇവിടെ പറയുന്നതോ ആ ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്ന ആ ഉൾമേഖലയുണ്ടല്ലോ, ആ ഉൾമണ്ഡലം, അത് പൂർണ്ണമായി വിരിച്ചു തരണം എന്നാവശ്യപ്പെടുന്നത്. ഈ ശ്ലോകം നിങ്ങൾക്കൊക്കെ ചൊല്ലാം, എല്ലാവർക്കും ചൊല്ലാം. ഇതാണ് നമുക്ക് ആവശ്യം. ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലി കേൾപ്പിക്കാം. താപത്രയേണ അഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവാധ്വനീശ പശ്യാമി നാന്യച്ഛരണം തവാഘ്രി ദ്വന്ദ്വാദപത്രാത് അമൃതാഭിവർഷാത്. അഘ്രിദ്വന്ദ്വാദപത്രാത് അമൃതാഭിവർഷാത്, ആ പ്രയോഗമാണത്. ദ്വന്ദ്വാദപത്രം, ദ്വന്ദ്വമായിരിക്കുന്ന ആദപത്രം. സാധാരണ ഈ ദ്വന്ദ്വങ്ങളിൽ ഇങ്ങനെ പറയാറില്ല. ഇത് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേക ഭാഷയാണ്. ദ്വന്ദ്വം ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ പരസ്പരം വിപരീതമായിട്ടുള്ളതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ അഘ്രിദ്വന്ദ്വാദപത്രം. ഞാൻ ആലോചിച്ച് നോക്കി, ഈ പദപ്രയോഗം ഇവിടെ ശരിയായോ? ഇരട്ട എന്ന് പറഞ്ഞാൽ ഒന്നിന് വിപരീതമായിട്ടുള്ളതാണ് മറ്റൊന്ന്. വാസ്തവത്തിൽ നമ്മുടെ കാലും അങ്ങനെയാണല്ലോ. 2 കാലും ചേർത്ത് വെച്ച് നോക്കൂ. ഒന്നിൻ്റെ മിറർ ഇമേജ്, കണ്ണാടി ഇമേജ് പോലെയാണ് മറ്റൊന്ന്. അങ്ങനെ ആയാലേ ഒരു കാലം ഇങ്ങനെ വെച്ച്, ഒരു കാലം ഇങ്ങനെ വെച്ച്, ഒരു കാലം അങ്ങനെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ആ 2 കാലും ഒന്ന് മറ്റൊന്നിനെ പൂരിപ്പിക്കുന്നതാണ്. ഒന്നിൻ്റെ പ്രതിരൂപമാണ് മറ്റൊന്ന്. ആ അർത്ഥത്തിലാണ് ഇവിടെ ദ്വന്ദ്വമായിരിക്കുന്ന അങ്ങയുടെ അഘ്രി പാദപത്മം, അതാണ് എനിക്ക് വേണ്ടത്. അതിൽ മാത്രമാണ് ശരണമുള്ളൂ. സംസാരം എന്ന് പറയുന്ന വിശാലമായ വീഥിയിലാണല്ലോ സഞ്ചാരം. അതിൽ ചുട്ടുപഴുത്തുകൊണ്ടാണ് താപത്രയമേറ്റ് കഴിയുന്നത്. ആ സമയത്ത് അങ്ങയുടെ 2 കാലടികൾ എങ്ങനെയാ? എനിക്കുള്ള ആദപത്രം എന്നാ പറയുന്നത്. ആദപത്രം എന്ന് പറഞ്ഞാൽ എന്താ? കൊട. ആ കൊടയെ അങ്ങോട്ട് ചൂടുമ്പോൾ എന്തുണ്ടാവണു? അമൃതാഭിവർഷാത്. സാധാരണ നമ്മളിപ്പോൾ പല കൊടകളും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് പിടിച്ച് നടക്കും. സൂര്യകിരണങ്ങൾക്കൊരു തടസ്സം, അല്ലെങ്കിൽ മഴയ്ക്കൊരു തടസ്സം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല. ഈ കൊട തലയിൽ അങ്ങോട്ട് ചൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അമൃതം ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ കവിയുടെ ഭാവന, മഹർഷിയുടെ ഭാവന ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് വിചാരിക്കുന്നത്? ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കും. ഇവിടെ ഉദ്ധവൻ പറയണത് അങ്ങയുടെ പാതാരവിന്ദങ്ങളാകുന്ന കൊട, കൊട. ആ കൊടയങ്ങോട്ട് പിടിക്കുമ്പോൾ അമൃതം ഇങ്ങനെ വർഷിക്കുക. അപ്പോൾ ഈ സംസാരത്തിലുള്ള താപത്രയങ്ങളൊന്നും അവിടെ ഇല്ല. ഒക്കെ ഇങ്ങനെ മാഞ്ഞും തേഞ്ഞും അങ്ങനെ പോയി.
എത്ര വലിയ ഭാവനയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. താപത്രയേണ അഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവാധ്വനീശ പശ്യാമി നാന്യശരണം തവാഘ്രി ദ്വന്ദ്വാദപത്രാത് അമൃതാഭിവർഷാത്.